അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്കിങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ VLC ആപ്പിൽ ഇപ്പോൾ ഒരു സിനിമ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ ആൻഡ്രോയിഡിലാണെങ്കിലും iOS-ലാണെങ്കിലും എങ്ങനെ മലയാളം സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യമായിട്ട് തന്നെ ഇപ്പം ടെലഗ്രാമിലാണെങ്കിൽ ഒരു ഈ സബ് ടൈറ്റിലിൻ്റെ ഫയൽ ഒന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഏതെങ്കിലും നിങ്ങൾക്കൊരു ബോട്ടോ മറ്റേതെങ്കിലും ചാനലോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ടെലഗ്രാം ഓപ്പൺ ചെയ്യാണ് ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ മലയാളം സബ് ടൈറ്റിൽസ് എന്നുള്ള ഈ ഒരു ബോട്ടാണ്. അപ്പോൾ ഈ ബോട്ടിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ലഭിക്കും. അപ്പോൾ അതിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ 0 എന്നുള്ള പടത്തിൻ്റെ ഫയലും അതിന് താഴെയായിട്ട് ഈ സബ് ടൈറ്റിലിൻ്റെ ഫയലും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ജസ്റ്റ് ആ സെക്കൻഡ് ഡോക്യുമെൻറ്റിൽ സബ് ടൈറ്റിലിൻ്റെ ഡോക്യുമെൻറ്റിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാണ്. ഇത് നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫയൽസിലോട്ട് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്ക് VLC ആപ്പിൽ നമ്മളിപ്പോൾ ഈ പടം പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്കത് പ്ലേസ് ചെയ്യാനായിട്ട് കഴിയുക എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സെക്കൻഡ് ഏരിയയിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യാണ്. അത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അതിൽ താഴെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇത്തരത്തിലൊരു ഏറോ കാണാനായിട്ട് കഴിയും. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സേവ് ടു ഫയൽസ് എന്നുള്ളൊരു ഏരിയ കാണാം. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫയൽസിലോട്ട് ഈ ഡോക്യുമെൻറ്റ് ഇവിടെ ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം ഇത്തരത്തിലുള്ളൊരു ഏരിയയിലോട്ട് എത്തും. അവിടെ ജസ്റ്റ് ഈ ടോപ്പ് റൈറ്റിലുള്ള സേവ് എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഈ ഫയലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കീപ് ബോത്ത് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യാണ്. അതിനുശേഷം മുകളിലുള്ള ഈ റൈറ്റ് സൈഡിലെ ഡൺ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മളിവിടെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഈ പടം ഇവിടെ പ്ലേ ചെയ്യാണ്. പടം പ്ലേ ചെയ്തിട്ട് നമുക്കിവിടെ സബ് ടൈറ്റിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്ന കാര്യത്തെപ്പറ്റി നോക്കാം. അപ്പോൾ ജസ്റ്റ് ഈ പടത്തിൻ്റെ ഈ ഡോക്യുമെൻറ്റിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തു. ജസ്റ്റ് ഈ പടം ഇവിടെ VLC-യിലോട്ട് പ്ലേ ചെയ്യാനായിട്ട് എടുക്കുകയാണ്. ഇവിടെ ജസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ VLC-യിൽ ഇതാ പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാനായിട്ട് കാണാം ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് മാത്രമാണ് കാണാനായിട്ട് കഴിയുക. അപ്പോൾ നമ്മളിവിടെ മലയാളം സബ് ടൈറ്റിൽസ് ആണ് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ മൊബൈൽ ഫയൽസിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള ആ സബ് ടൈറ്റിൽ, അതിനായിട്ട് ഇവിടെ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് ഐക്കൺ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യാണ്. അതിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ സബ് ടൈറ്റിൽസ് എന്നുള്ള ഏരിയക്ക് താഴെയായിട്ട് ലോഡ് എക്സ്റ്റേണൽ സബ് ടൈറ്റിൽസ് എന്നുള്ള ഒരു ഏരിയ കാണുന്നുണ്ട് സെക്കൻഡിൽ. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ഫയൽസിൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഡോക്യുമെൻറ്റ് കാണാനായിട്ട് കഴിയും. സബ് ടൈറ്റിൽസിൻ്റെ ഈ ഫസ്റ്റിൽ തന്നെ നമുക്കിവിടെ കാണാം 0/2018 എന്നുള്ള നിലക്ക്. അപ്പോൾ അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യാണ്. അത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും ഈ സബ് ടൈറ്റിൽസ് എന്നുള്ള ഏരിയക്ക് താഴെയായിട്ട് പുതിയൊരു ട്രാക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് പുതുതായിട്ട്. ഈ ട്രാക്ക് 2 എന്നുള്ളതാണ്, അതാണ് ഈ മലയാളം സബ് ടൈറ്റിൽസ് ഈ പടത്തിന്റെ. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയും നമ്മുടെ സബ് ടൈറ്റിൽസ്, അതായത് മലയാളം സബ് ടൈറ്റിൽസ് ഇവിടെ ആഡ് ആയിട്ടുള്ളത് VLC-യിൽ. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.